എന്റെ സമയം കഴിഞ്ഞു പോയല്ലോ, എനിക്കിനി സമയമില്ലല്ലോ എന്ന് മനുഷ്യൻ ചിന്തിക്കുക. എങ്ങനെയുള്ള മനുഷ്യർ? ഈ ലോകത്ത് അല്ലാഹു നൽകിയ ആയുഷ്കാലം നഷ്ടപ്പെടുത്തിയ മനുഷ്യർ. അത് ഫേസ്ബുക്കിലും വാട്സാപ്പിലുമായി അനാവശ്യമായ കാര്യങ്ങളിലായി കഴിച്ചുകൂട്ടിയ മനുഷ്യർ, സമയം ഉപയോഗപ്പെടുത്താത്തവർ, അല്ലാഹുവിന്റെ ഇബാദത്തിലായി സമയത്തെയും സന്ദർഭത്തെയും ഉപയോഗപ്പെടുത്താതെ അത് സമ്പൂർണമായും നശിപ്പിച്ചു കളഞ്ഞ ആളുകൾ മരണപ്പെടുന്ന സമയത്താണ് പടച്ചവനെ എന്റെ സമയം കഴിഞ്ഞു പോയല്ലോ എന്നാലോചിക്കുന്നത്. അതുവരെ അവൻ എന്തായിരുന്നു പണി? അവൻ നിസ്കരിച്ചിരുന്നില്ല, നിസ്കാരം ഖളാ ആക്കുന്നവനായിരുന്നു. അവൻ ആരോടും നല്ല വാക്ക് പറഞ്ഞിരുന്നില്ല, പറയുന്നത് മുഴുവൻ അനാവശ്യവും വിമർശനങ്ങളുമായിരുന്നു. അവൻ പറയുന്ന വർത്തമാനങ്ങളിൽ ഒരുപാട് ഗീബത്തുകൾ ഉണ്ടായിരുന്നു. അവൻ ഈ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ അനാവശ്യമായി മാത്രം ഇടപെടുന്ന ആളുകളായിരുന്നു. ഇതൊക്കെ ഏതെങ്കിലും അമേരിക്കയിലെയോ ബ്രിട്ടനിലെയോ ആളെ കുറിച്ച് പറയാനൊന്നും തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾ നമ്മെക്കുറിച്ചൊന്ന് സ്വയം ഇങ്ങനെ വിശകലനം ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ പറയുന്ന വർത്തമാനങ്ങളിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എത്ര ശതമാനം ഈ പറയപ്പെട്ടതുണ്ട് എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളവൻ മരണപ്പെടുന്ന സമയത്താണ് അല്ലാഹുവിനോടവൻ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബിർജിഊൻ. എന്റെ റബ്ബേ, എന്നെ ഒന്ന് നീ മടക്കി തരുമോ? എന്നെ ഒന്ന് നീ മടക്കുമോ? എവിടേക്ക് മടക്കുമോ? ദുനിയാവിലേക്ക് മടക്കുമോ? എനിക്ക് പോരാൻ സമയമായിട്ടില്ല, ഞാനൊന്നും ചെയ്തു തീർത്തിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് റബ്ബേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. അല്ലാഹുവേ, ഞാൻ ചെയ്യാതെ ഒഴിവാക്കി പോയ കർമ്മങ്ങളൊക്കെ ഇനി എന്നെ നീ ഒന്ന് മടക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തേക്കാം അല്ലാഹ്. വിരിപ്പാടത്തുള്ള മുഅ്മിനീങ്ങളെ, നമ്മളിത് പറയാനുള്ളവരാണോ? നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരുന്നവരാണോ? ഗൗരവത്തോടെ ഈ മജ്ലിസിൽ ഇരുന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹുവേ, ഞാൻ ചെയ്യാതെ ഒഴിവാക്കിപ്പോയ അമലുകളൊക്കെ ഞാൻ ചെയ്തു കൊള്ളാമല്ലാ എന്ന് റബ്ബിനോട് പറയണമെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതകാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ ഒഴിവാക്കുന്നവരാണ് അങ്ങനെ പറയേണ്ടി വരിക. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. അതിന് അല്ലാഹു പറയുന്ന ഒരു മറുപടിയുണ്ട്. നിന്റെ ആ വർത്തമാനമൊന്നും വേണ്ട. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അത് പറയുന്നവൻ സംസാരിക്കും വർത്തമാനം മാത്രമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അവർ പുനരുദ്ധരിക്കപ്പെടുന്നത് വരെ അവരുടെ ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും ജീവിതത്തിനിടയിൽ ഒരു മറയുണ്ട് എന്നവൻ അല്ലാഹു തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. അപ്പൊ ദുനിയാവിലുള്ള സമയം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിനോട് പറയുന്ന വർത്തമാനത്തിന്റെ ഒരു സാമ്പിളാണ് ആ ആയത്തിലുള്ളത്. വേറെ ആയത്തിൽ കാണാമല്ലോ, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ദുനിയാവിൽ അല്ലാഹു നൽകിയ ആയുഷ്കാലത്തിന്റെ അവസാന ഘട്ടത്തിൽ, അവസാന സെക്കൻഡുകളിൽ റബ്ബിനോട് പറയുന്നത്, അല്ലാഹുവേ, എനിക്കൊരല്പസമയം നീ തരുമോ? ഇലാ അജലിൻ ഖരീബ്. അത് തന്നാലോ ഫഅസ്സദ്ദഖ, ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം. എന്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ ധർമ്മം ചെയ്ത് നിന്റെ മാർഗത്തിൽ ഞാൻ നൽകിക്കൊള്ളാം. നിന്റെ പ്രതിഫലം കാക്ഷിച്ച് ഞാൻ എല്ലാം കൊടുത്തുകൊള്ളാം. ഞാൻ നല്ലവരിൽ പെട്ടുകൊള്ളാം. അല്ലാഹ് റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കാതെ, സ്വതക്ക ചെയ്യാതെ, നല്ല മാർഗത്തിൽ മക്കളെ പഠിപ്പിക്കാൻ ധനം ഉപയോഗിക്കാതെ, ഉണ്ടാക്കാൻ കൊടുക്കാതെ, പള്ളി ഉണ്ടാക്കാൻ കൊടുക്കാതെ, കൊടുക്കുന്നവരെ കളിയാക്കി
കൊടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തി ആകെ കുഴപ്പമുണ്ടാക്കുന്ന സ്വഭാവമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടെങ്കിൽ കേട്ടുകൊള്ളുക, റബ്ബിനോട് അവസാനം അങ്ങനെയുള്ളവർ പറയുന്നത്, എനിക്ക് നീ ഒരു സെക്കൻഡിന്റെ അംശം തന്നാൽ ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാമല്ലാ, ഞാൻ നല്ലവരിൽ പെട്ടുകൊള്ളാമല്ലാ. ഇങ്ങനെ പറയേണ്ടവരാണോ നമ്മള്? അല്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്തു ചൊല്ലൂ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനെ മയ്യിത്ത് കട്ടിലേറ്റി കൊണ്ടുപോകുമ്പോൾ ആ മയ്യിത്തിന്റെ പിന്നാലെയും മുന്നിലുമായി ധാരാളം മലക്കുകൾ ഉണ്ടാവും. അള്ളാഹു ആ റൂഹിനെ കൊണ്ടുപോകാൻ, ആ മനുഷ്യന്റെ ശരീരത്തെ കൊണ്ടുപോകാൻ നല്ലവനാണെങ്കിൽ ഒരുപാട് നല്ല മലക്കുകളെ അയക്കുന്നതാണ്. റൂഹിനെ കൊണ്ടുപോകാനും ഉണ്ടാകും, ശരീരത്തെ കൊണ്ടുപോകാനും ഉണ്ടാകും. നല്ലവനല്ല എങ്കിൽ അദാബിന്റെ മലക്കുകൾ ഉണ്ടാകും. അവന്റെ റൂഹിനെ കൊണ്ടുപോകുക അദാബിന്റെ മലക്കുകളാണ്, അവന്റെ ശരീരത്തെ കൊണ്ടുപോകുക അദാബിന്റെ മലക്കുകളാണ്. എല്ലാവരുടെയും മയ്യിത്തിന്റെ മുന്നിലും പിന്നിലും ഉണ്ടാകും. നമ്മുടെ വിരിപ്പാടത്തുള്ള ഖബർസ്ഥാനിലേക്ക് എത്രയോ മാലാഖമാരുടെ അകമ്പടിയോടെയാണ് നമ്മോട് വിട പറഞ്ഞവർ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ള പറയാണ്, ആ മലക്കുകൾ ഈ മയ്യിത്തിനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? മാ ഖദ്ദമ ഫുലാൻ, മാ ഖദ്ദമ ഫുലാൻ, ഈ മനുഷ്യൻ എന്താണ് നാളേക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ളത്? ഇയാൾ എന്ത് അമലാണ് ഇയാൾക്കുള്ളത്? ഇയാൾക്ക് എന്ത് സൽക്കർമ്മങ്ങളാണുള്ളത്? എന്നാൽ മനുഷ്യർ ഈ മയ്യിത്തിനെ നോക്കിക്കൊണ്ട് പറയുന്നത്, മാ അഖറ ഫുലാൻ, ഈ മനുഷ്യൻ എന്താണ് അയാളുടെ അനന്തരഗാമികൾക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുള്ളത് എന്നതാണ്. കണ്ടോ, നമ്മൾ ഈ ഭൗതിക ലോകത്ത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നന്മയുടെ മാർഗത്തിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അതുകൊണ്ടൊരു ഗുണമില്ല. മലക്കുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയണം, നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത്. അവർക്ക് ദുനിയാവിൽ നിന്ന് പോകാൻ മനസ്സുണ്ടാവില്ല. ദുനിയാവിൽ നിന്ന് യാത്രയാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മയ്യിത്തിനെ മയ്യിത്ത് കട്ടിലേറ്റിയിട്ട് ജനങ്ങൾ അവരുടെ തോളിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ, ഇൻകാനത്ത് സ്വാലിഹാ, അതൊരു നല്ല മയ്യിത്താണെങ്കിൽ, ഒരു ഈമാനിന്റെ ഉടമയുടെ മയ്യിത്താണെങ്കിൽ, ഒരു തഖ്വയുടെ ഉടമയുടെ മയ്യിത്താണെങ്കിൽ, ഒരു സൽക്കർമ്മം ചെയ്തയാളുടെ മൃതശരീരമാണെങ്കിൽ ആ മയ്യിത്ത് വിളിച്ചു പറയുന്നത്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകണേ, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകണേ. വ ഇൻ കാനത് ഗൈറു സ്വാലിഹാ, നല്ല മയ്യിത്തല്ല എങ്കിലോ തെമ്മാടിയാണ്, കള്ളുകുടിയനാണ്, വ്യഭിചാരിയാണ്, ഉമ്മായെ പരിഗണിക്കാത്തവനാണ്, വാപ്പായെ ചീത്ത പറയുന്നവനാണ്, അങ്ങനെയുള്ളവനാണെങ്കിൽ അവൻ വിളിച്ചു പറയുന്നത് എന്താണ്? യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, എങ്ങോട്ടാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? എന്റെ നാശമേ, എന്റെ കഷ്ടമേ. എന്തേ കാര്യം? അവൻ ഇവിടുന്ന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നില്ല. അവന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫർളായ നിസ്കാരങ്ങളുടെ പ്രതിഫലം അവന്റെ കയ്യിലില്ല. അവന്റെ കയ്യിൽ ഇബാദത്തുകളുടെ യാതൊരു ശക്തിയുമില്ല. സ്വതക്ക കൊടുത്തതിന്റെ പ്രതിഫലം അവനെ സഹായിക്കാൻ അവനൊന്നും കൊടുത്തിട്ടില്ല. ഹജ്ജ് നിർബന്ധമായിട്ടും അവൻ പരിശുദ്ധമായ മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ല. പിന്നെ മരണപ്പെട്ടു പോകുമ്പോൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുകയല്ലാതെ മറ്റെന്താണ് പ്രിയപ്പെട്ടവരെ അവന്റെ കയ്യിൽ ഉണ്ടാവുക? നിങ്ങൾ നോക്കൂ, ഹബീബായ പ്രവാചകർ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ നിന്ന് മനുഷ്യർ എന്നെ ദുനിയാവിലേക്ക് മടക്കാൻ വേണ്ടി ആഗ്രഹിക്കുമെന്ന് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ, പെട്ടുപോയല്ലോ, ഇനി രക്ഷയില്ലല്ലോ, ദുനിയാവിലേക്ക് പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇനി നമ്മൾ എത്തിപ്പെടുന്ന ഏറ്റവും ബീഭത്സമായ ഒരു ഘട്ടമാണ് മഹ്ശറിലെ ഘട്ടം എന്ന് പറയുന്നത്.
ദുനിയാവ് ആഗ്രഹിച്ച മനുഷ്യരുണ്ടല്ലോ, അവരത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക മഹ്ശറിൽ വെച്ചാണ്. മഹ്ശറിലെ 50,000 കൊല്ലത്തെ കാലയളവുണ്ടല്ലോ, പോലും തിരിച്ചറിയാൻ കഴിയാത്ത, മറ്റുള്ളവരെ തിരിച്ചറിയാൻ കഴിയാത്ത, സ്വന്തം കാര്യത്തിൽ വേവലാതി കൊള്ളുന്ന മഹ്ശറിലെ ബീഭത്സമായ രംഗത്ത് പറയുന്ന വർത്തമാനങ്ങൾ അല്ലാഹു തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. വലൗ തറാ ഇതിൽ മുജിനാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം. നബിയെ, അങ്ങ് കാണുന്ന ഒരു സന്ദർഭം, അങ്ങ് കാണുന്നത് ഇതിൽ മുജിരിമൂന, കുറ്റവാളികളായ ആളുകൾ, തെറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞ നുണ പറയുന്ന, പലിശ വാങ്ങുന്ന, വ്യഭിചരിക്കുന്ന, കള്ളു കുടിക്കുന്ന, ഗീബത്ത് പറയുന്ന, ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ നബിയെ അങ്ങ് കാണുന്ന സന്ദർഭം എങ്ങനെയാ? അവരുടെ തല താഴ്വരെ കാണുന്നത്. ഐഹിക ലോകത്ത് അവരെങ്ങനെയായിരുന്നു? തല ഉയർത്തിപ്പിടിക്കുന്നവരായിരുന്നു അവർ. അള്ളാഹുവിന്റെ മുമ്പിൽ തീരുന്നില്ല. അള്ളാഹിനോട് വിനയം കാണിക്കുന്നവരാണല്ലോ അള്ളാന്റെ മുമ്പിൽ തല കുനിക്കുന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത്. സുജൂദ് വിനയത്തിന്റെ അടയാളമാണ്. അള്ളാഹുവിലേക്ക് മനുഷ്യർ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം സുജൂദ് ചെയ്യുന്ന സമയമാണ്. ഇത് ചെയ്തിരുന്നില്ല. അവരെല്ലാവരുടെയും മുമ്പിൽ ഉയർന്നു നിൽക്കുന്നവരായിരുന്നു. മറ്റുള്ളവരെ അവർക്ക് പുച്ഛമായിരുന്നു. ഇവന്റെ അത്ര ആരോഗ്യമില്ലാത്തവരെ അവർക്ക് പുച്ഛമാണ്. ഇവന്റെ അത്ര സംസാര വൈഭവമില്ലാത്തവരെ അവർക്ക് പുച്ഛമാണ്. നല്ല രീതിയിൽ വർത്തമാനം പറയാൻ കഴിയാത്തവനെ അവർ പരിഹസിക്കാറുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവരായിരുന്നു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ ആലോചിക്കണം. നമ്മൾ അങ്ങനെയുള്ളവരാണോ എന്ന് ചിന്തിക്കണം. അഹങ്കാരം കൽബിൽ വെച്ച് നടക്കുന്നവരാണോ? ജീവിതത്തിലെ പെരുമാറ്റങ്ങളിലും അഹങ്കാരത്തിന്റെ പ്രകടനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാറുണ്ടോ? ഞാൻ എല്ലാവരെക്കാളും മുകളിലുള്ളവരാണ്. വയസ്സായ ആളുകളോട് മോശമായി സംസാരിക്കുമ്പോ, താൻ ധരിച്ച വസ്ത്രത്തിന്റെ, താൻ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ, താൻ സഞ്ചരിക്കുന്ന കാറിന്റെ, ബൈക്കിന്റെ മേന്മ കൊണ്ട് ഞാൻ മറ്റുള്ളവരുടെയൊക്കെ മുകളിലാണ്. ഇങ്ങനെ സഞ്ചരിക്കുന്നവരുണ്ടല്ലോ, വർത്തമാനം പറയുന്നവരുണ്ടല്ലോ, അവരാണ് തലയും താഴ്ത്തിയിട്ട് പരലോകത്ത് മഹ്ശറിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതായി താങ്കൾക്ക് കാണുവാൻ കഴിയുക. മുജ്രിമൂൻ എന്നാണ് അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുള്ളത്. കുറ്റവാളികളായ ആളുകൾ. ചിന്തിച്ചു നോക്കണം. അള്ളാഹു നൽകിയ, ഇപ്പൊ നമുക്ക് എത്ര വയസ്സായി ഓരോരുത്തർക്കും, ആ കാലത്തിനിടയിൽ ചെയ്യാൻ പറ്റാവുന്ന തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടുന്ന ആളുകൾ. ഒരു രക്ഷയും അവർക്ക് ഉണ്ടാവില്ല അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ മരണത്തിന് മുമ്പ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. കുറ്റവാളികളെ, ഇങ്ങോട്ട് മാറി നിൽക്കൂ, ഇങ്ങോട്ട് വിട്ടു നിൽക്കൂ. നിങ്ങൾ എന്തിനാണ് കുറ്റം ചെയ്യാൻ പോയത്? അലം അഅഹദ് ഇലൈക്കും യാ ബനീ ആദം. അല്ലയോ മനുഷ്യ സന്തതികളെ, നിങ്ങളോട് നാം വാഗ്ദാനം ചെയ്തിരുന്നില്ലയോ? നിങ്ങൾക്ക് നാം മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലയോ? അല്ലാ തഅബുദു ശൈത്വാൻ. നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, അവന്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കരുത്, അവൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? പക്ഷേ നിങ്ങൾ അത് കേട്ടില്ല. നിങ്ങൾ അവന്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടു. നിങ്ങൾ അവന്റെ പിന്നാലെ പോയി. നിങ്ങൾ പിശാചിന് എന്താണോ താല്പര്യം, ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷയില്ല. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. നിങ്ങളോട് ഞാൻ തരുമെന്ന് പറഞ്ഞിരുന്ന നരകമിതാ, ആ നരകത്തിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അങ്ങനെ അല്ലാഹു മഹ്ശറിൽ വെച്ച് പറയുന്നതാണ്. ചെറുപ്പക്കാരൊക്കെ ആലോചിക്കണം. ശരീരം നന്നാക്കാൻ എല്ലാവരും ഒന്ന് വളരെ ഉഷാറാണ്. ജിംനേഷ്യത്തിൽ പോകുക, നല്ല വലിയ മസിലുകൾ ഉണ്ടാക്കുക. അവങ്ങനെ വരുന്നത് കണ്ടാൽ തന്നെ ആളുകളൊക്കെ ഒന്ന് ഞെട്ടിപ്പോകണം. എന്നിട്ട് അത് ഞാൻ ഇപ്പോൾ വലിയ ഒരു ഉഷാറായിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ 6 പാക്ക് ആയിട്ടുണ്ട്, എൻ്റെ ശരീരം കണ്ടാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ശരീരമായിട്ടുണ്ട്
എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അതിന്റെ പൊങ്ങച്ചത്തിൽ നടക്കുന്നവരോട് അല്ലാഹു തമ്പുരാൻ ഒരിക്കലും ഒരു താല്പര്യവും കാണിക്കില്ല. അതല്ല ദുനിയാവെന്ന് നമ്മൾ കൊണ്ടുപോകേണ്ടത്. മഹാനായ സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ പൊന്നുമകനോട്, യുവാവായ തന്റെ മകനോട് നടത്തിയ ഉപദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ എത്ര പ്രസക്തമാണ്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ഒരിക്കലും ജനങ്ങളോട് നീ മുഖം ചുളിക്കല്ലേ. പ്രായമേറിയവരോട്, നിന്റെ അത്ര ആരോഗ്യമില്ലാത്തവരോട്, നിന്റെ അത്ര സൗകര്യമില്ലാത്തവരോട്, എന്റെ പ്രിയപ്പെട്ട സംസാരം കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളുടെ അത്ര സൗന്ദര്യമില്ലാത്തവർ, നിങ്ങളുടെ അത്ര വിദ്യാഭ്യാസമില്ലാത്തവർ, അമ്മായി ഉമ്മയോട്, ജ്യേഷ്ഠന്റെ ഭാര്യയോട്, അനുജന്റെ ഭാര്യയോട്, വീട്ടിലുള്ള ഭർത്താവിന്റെ സഹോദരിമാരോട്, നിങ്ങൾ കുറച്ച് വിദ്യാഭ്യാസമുള്ളവരും സൗന്ദര്യമുള്ളവരുമാണ് എന്ന് കരുതിയിട്ട് വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, അങ്ങനെ മുഖം ചുളിക്കണവരാണ് നാളെ അവിടെ തല താഴ്ത്തിയിരിക്കേണ്ടി വരിക. വലാ തംശി ഫിൽ അർളി മർഹാ, ഭൂമിയിൽ ഒരിക്കലും നീ അഹങ്കാരിയായി നടക്കല്ലേ. നടക്കല്ലേ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സഞ്ചരിക്കല്ലേ. വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോ, നീ ബൈക്ക് ഓടിക്കുമ്പോ, നീ കാറിൽ പോകുമ്പോ, നടന്നു പോകുന്നവർ, നിന്നെക്കാൾ വില കുറഞ്ഞ വാഹനം ഉപയോഗിക്കുന്നവർ, ഞാനിപ്പോ അതിനേക്കാളൊക്കെ ഉഷാറാണ്, എനിക്കിപ്പോ കണ്ടില്ലേ, അതെപ്പോഴാ തെളിവാവുക? ആരെങ്കിലും ഓവർടേക്ക് ചെയ്യുമ്പോ, അതല്ലെങ്കിൽ ആരെങ്കിലും റോഡ് ക്രോസ് ചെയ്യുമ്പോ നമ്മുടെ ആ മുഖഭാവവും സംസാരവും നമ്മൾ പ്രകടിപ്പിക്കാറുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു വലിയ ബസ് മുതലാളിയുടെയും കൂട്ടരുടെയും ഒരു അഹങ്കാരത്തെ സംബന്ധിച്ചാണ്. ചോദിച്ചപ്പോഴേക്ക് അടിയിടി. ഈ രീതിയിലുള്ള സ്വഭാവം നമുക്കിടയിലൊക്കെ പല രീതിയിലും പ്രകടിപ്പിക്കാറുണ്ട്. അല്ലാഹു തആല പറയാണ്, വലാ തംശി ഫിൽ അർളി മർഹാ, ചെറുപ്പം നിങ്ങൾ ഇങ്ങനെ ആവേശം കൊണ്ട് ആർത്തുല്ലസിച്ച് അട്ടഹസിക്കാറുണ്ടല്ലോ. വഗ്ളുളു മിൻ സൗതിക്, നീ അങ്ങനെ ഉറക്കെ വിളിച്ചു കൂട്ടി. നീ ഫുട്ബോൾ ഗാലറികളിൽ പോയി, നീ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളിൽ പോയി, ആളുകളുടെ മുമ്പിൽ ഞാനാണ് വിജയി, നമ്മളാണത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്ക അട്ടഹസിച്ചുകൊണ്ട് നീ അഹങ്കാരം പ്രകടിപ്പിക്കല്ലേ. മിൻ സൗതിക് വഖ്സിദ് ഫീ മശീക്, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, നിശ്ചയമായും അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ശബ്ദം കഴുതയുടെ ശബ്ദമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹയാണ്.